നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നമ്മുടെ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് സൈക്യാട്രിയിൽ വരുന്ന ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതിലും പേര് പോലെ തന്നെ ദിസ് ഡിസോർഡർ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഅറ്റൻഷൻ ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി. Attention deficit and hyperactivity disorder is characterized by having attention deficit and hyperactivity. ഇപ്പോൾ ഈ ഒരു ADHD ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ഹെൻറിച്ച് ഹോഫ് ഇൻ 1854. അപ്പൊ ആ ഒരു പേര് ഓർത്തിരിക്കുക. ADHD വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ഹെൻറിച്ച് ഹോഫ് ഇൻ 1854. ഇതിന് ആദ്യം അറിയപ്പെട്ടിരുന്ന ബാക്കി പേരുകളാണ് മിനിമൽ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ, ഹൈപ്പർ കൈനറ്റിക് സിൻഡ്രോം, സ്ട്രോസ് സിൻഡ്രോം, ഓർഗാനിക് ഡ്രൈവ്നെസ്, മിനിമൽ ബ്രെയിൻ ഡാമേജ്. ഈ പേരിലൊക്കെയാണ് ആദ്യം ADHD അറിയപ്പെട്ടത്. മിനിമൽ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ, ഹൈപ്പർ കൈനറ്റിക് സിൻഡ്രോം, സ്ട്രോസ് സിൻഡ്രോം, ഓർഗാനിക് ഡ്രൈവ്നെസ് ആൻഡ് മിനിമൽ ബ്രെയിൻ ഡാമേജ്. അപ്പൊ ഹെൻറിച്ച് ഹോഫ് ആ പേര് ഓർത്തിരിക്കുക. അപ്പൊ ADHD എന്താണെന്ന് നമ്മൾ പറഞ്ഞാൽ ദർ വിൽ ബി പെർസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് inattention and or hyperactivity. So it is combined with the attention deficit and hyperactivity in more frequent and severe than typical of children at a similar level of development. നമുക്കറിയാം കുട്ടികളാവുമ്പോൾ ഓൾറെഡി അവർക്കൊരു ആക്ടിവിറ്റി ലെവൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അറ്റൻഷൻ സ്പാൻ അഡൾട്ട്സിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവായിരിക്കും. പക്ഷേ അവരുടെ തന്നെ സിമിലർ ഡെവലപ്മെന്റൽ ഏജിലുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ they are having more persistent pattern of inattention and hyperactivity. It will be diagnosed as ADHD, attention deficit hyperactivity disorder. ഇപ്പൊ ഇതിന്റെ ഒരു എപ്പിഡമോളജി നോക്കുകയാണെങ്കിൽ ഇത് റിലേറ്റീവ്ലി കോമൺ ഡിസോർഡർ ആണ്. ഒരു 3% സ്കൂൾ ചിൽഡ്രനിലൊക്കെ ഇപ്പൊ ഇത് കാണുന്നുണ്ട്. ആൻഡ് ആൺകുട്ടികളിൽ മെയിൽ ചിൽഡ്രൻ ആർ മോർ അഫക്റ്റഡ് ദാൻ ദ ഗേൾ ചൈൽഡ്. ദേ ആർ 6 to 8 times മോർ അഫക്റ്റഡ് ദാൻ ഗേൾസ്. And onset is commonly occurring before the age of 7 years. But the large majority of patients will be exhibiting symptoms by 4th year of age. ഇത് ആൺകുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. പെൺകുട്ടികളെക്കാളും 6 to 8 times കൂടുതൽ ഇൻസിഡൻസ് ബോയ്സിലുണ്ട്. ഒരു 7 വയസ്സാവുമ്പോഴേക്കൊക്കെ മെജോറിറ്റി ഓഫ് ഡയഗ്നോസിസ് വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു 4 വയസ്സാവുമ്പോഴേക്കും ലാർജ് മെജോറിറ്റി ഓഫ് പേഷ്യൻസ് ദേ എക്സിബിറ്റ് ദ സിംറ്റംസ് ബൈ 4 year of age. ക്ലിയർ ആണല്ലോ? ആൺകുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. ഇതിന്റെ ഒരു എറ്റിയോളജി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ സൈക്കാട്രിക് ഡിസോർഡേഴ്സിനും പറയുന്നത് പോലെ ഫസ്റ്റ് ഫാക്ടർ ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ മോണോസൈഗോട്ടിക് ട്വിൻസിനാണ് ട്വിൻ സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ ഡൈസൈഗോട്ടിക് ട്വിൻസിനേക്കാളും ചാൻസ് കൂടുതൽ. ഇപ്പൊ ട്വിൻസിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ട്വിന്നിനുണ്ടെങ്കിൽ അടുത്തൊരു ട്വിൻ ബ്രദറിനോ സിസ്റ്ററിനോ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ സിബ്ലിങ്സ്, ഒരു സിബ്ലിങ്ങിന് ADHD ഉണ്ടെങ്കിൽ അടുത്ത കുട്ടിക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഫസ്റ്റ് ഡിഗ്രി ബയോളജിക്കൽ റിലേറ്റീവിന് ADHD ഉണ്ടെങ്കിൽ വി ആർ അറ്റ് ഹൈ റിസ്ക്. ഇത് നെക്സ്റ്റ് ആണ് ബയോകെമിക്കൽ തിയറി. സോ ഇനി ഡെഫിഷ്യൻസി ഓഫ് ഡോപ്പമിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ, ഈ 2 ബയോകെമിക്കൽസ് ആണ് ADHDയിൽ അഫക്റ്റഡ് ആവുന്നത്. ഡോപ്പമിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ, ഇതിന്റെ ഒരു ഓൾട്ടറേഷൻ ക്യാൻ ലീഡ് ടു ADHD. പിന്നെ അനാറ്റമിക്കൽ ഇൻഫ്ലുവൻസ്, അതായത് നമ്മുടെ പ്രീഫോണ്ടൽ ലോബ്സ്, ബേസൽ ഗാംഗ്ലിയ, കോഡേറ്റ് ന്യൂക്ലിയസ്, ഗ്ലോബസ് പാലിഡസ്, സെറിബെല്ലം, ഈ ഒരു ഏരിയാസിലൊക്കെ എന്തെങ്കിലും ഒരു അനാറ്റമിക്കൽ അബ്നോർമാലിറ്റി, എന്തെങ്കിലും മാൽഫോർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ADHD. പിന്നെ പെരി ആൻഡ് പോസ്റ്റ്നേറ്റൽ ഫാക്ടേഴ്സ്, ഒരു എന്തെങ്കിലും പ്രഗ്നൻസി പീരീഡിൽ ഒരു ടോക്സിക് എക്സ്പോഷർ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ല എന്തെങ്കിലും ഒരു പ്രീനേറ്റൽ മെക്കാനിക്കൽ ഇൻസൾട്ട് ടു ദ ഫീറ്റൽ നെർവസ് സിസ്റ്റത്തിന് ഒരു മെക്കാനിക്കൽ ഇൻസൾട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രീ മെച്യൂരിറ്റി, അതായത് ജസ്റ്റേഷണൽ ഏജ് 37 വീക്സ് ആവണേനൊക്കെ മുമ്പ് ഡെലിവർ ആയി ആവുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു ഫീറ്റൽ ഡിസ്ട്രെസ് ഉണ്ടായിട്ടുണ്ട് ഡെലിവറിയുടെ ടൈമിൽ, അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേറ്റഡ് ഒരു പ്രൊലോങ്ഡ് ലേബർ ആയിരുന്നു. നോർമൽ നമ്മൾ ഒരു ഡെലിവറി പ്രോസസ്സ് പറയുന്നേക്കാളും സമയം കുറവായാലും പ്രിസിപ്പിറ്റേറ്റഡ് ആയാലും അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയി പോയാലും ആ കുട്ടികൾക്ക് ADHD വരാൻ ചാൻസ് ഉണ്ട്. ഒരു പെരിനേറ്റൽ ആസ്ഫിക്സി ഉണ്ടായിട്ടുണ്ട്. ഇനീഷ്യൽ ഒരു 195 മിനിറ്റ്സിലൊക്കെ നോക്കുമ്പോൾ അപ്ഗാർ സ്കോർ കുറവായിരുന്നു. പോസ്റ്റ്നേറ്റൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു കുഞ്ഞിനാണെങ്കിൽ എന്തെങ്കിലും സെൻട്രൽ നെർവസ് സിസ്റ്റം അബ്നോർമാലിറ്റീസ്, എന്തെങ്കിലും ബർത്ത് ട്രോമയെന്നോ അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ADHD വരാനുള്ള ചാൻസ് കൂടുതലാണ്.
ഇതാണ് പ്രീ പെരി ആൻഡ് പോസ്റ്റ് നേറ്റൽ ഫാക്ടേഴ്സ് കാരണം ഇപ്പൊ എന്തെങ്കിലും ഒരു എക്സ്പോഷറോ എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ഇൻസൾട്ടോ പ്രീമെച്യൂരിറ്റി ഫീറ്റൽ ഡിസ്ട്രസ് അബ്ഗാർ സ്കോർ കുറവായിരുന്നു ഇൻഫെക്ഷൻസ് ആസ്പിക്സിയ എന്തെങ്കിലും ട്രോമ ബർത്ത് ട്രോമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ADHD വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എൻവിറോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ലൈക്ക് എന്തെങ്കിലും എൻവിറോൺമെന്റൽ ലെഡിനോടുള്ള എക്സ്പോഷർ ഏതെങ്കിലും ഒരു ഫുഡ് അഡിക്റ്റീവ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ആൻഡ് ഷുഗർ അതുകൊണ്ടാണ് കുട്ടികൾക്ക് കൂടുതൽ ഔട്ട്സൈഡ് ഫുഡ് പ്രിസർവേറ്റീവ്സ് അങ്ങനെയുള്ള ഫുഡൊന്നും കൊടുക്കരുതെന്ന് പറയുന്നത്. കാരണം അതൊരു പോസിബിൾ കോസ് ആണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിന്റെ. പക്ഷെ ആക്ച്വലി ഒരു ഡെഫിനറ്റീവ് എവിഡൻസ് ഇല്ലെങ്കിലും അതൊരു കോസ് ആവാമെന്ന് പറയുന്നു. അപ്പൊ എക്സ്പോഷർ ടു ലെഡ് ഫുഡ് അഡിക്റ്റീവ്സ് കളറിംഗ് പ്രിസർവേറ്റീവ്സ് ഷുഗർ ഒക്കെ ഒരു ADHDയുടെ എത്തിയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ദെൻ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊലോങ്ഡ് ആയിട്ടൊരു ഇമോഷണൽ ഡിപ്രിവേഷൻ ഇപ്പോൾ എന്താണ് നെഗ്ലക്റ്റഡ് ചൈൽഡ് ആണ് ഇപ്പോൾ പാരന്റ്സ് ബിസിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറൈറ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ട് കുട്ടിയുടെ കാര്യത്തിൽ കറക്റ്റ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഇമോഷണൽ ഡിപ്രിവേഷൻ കുട്ടിക്ക് വരാണെങ്കിൽ ADHD വരാം. എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ഇവന്റ്സ് കുട്ടിയുടെ ലൈഫിൽ വരുന്നു ഡിസ്ട്രപ്റ്റഡ് ഫാമിലി ഇക്വിലിബ്രിയം ആണ് ദാറ്റ് റിസൾട്ട് ഇൻ ഹൈ ഡിഗ്രി ഓഫ് സൈക്കോ സോഷ്യൽ സ്ട്രെസ് ടു ദ ചൈൽഡ്. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു മെന്റൽ ഡിസോർഡർ ഉണ്ട് അച്ഛൻ എന്തെങ്കിലും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ലിവിങ് ഇൻ പോവർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഓർഫനേജിലൊക്കെ വളർന്ന കുട്ടികൾ ഒരു അൺസ്റ്റേബിൾ ഫോസ്റ്റർ കെയറിൽ എപ്പോഴും എന്താണ് ഓർഫനേജുകൾ ഇങ്ങനെ മാറേണ്ടി വരുന്നു അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ മാറേണ്ടി വരുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിലും ആ ചൈൽഡിന് ADHD വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് മേജർ എത്തിയോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു ജനറ്റിക് ഫാക്ടേഴ്സിലേക്ക് സിബ്ലിങ്സിന് ട്വിൻസ് ആണെങ്കിൽ ഏതെങ്കിലും ഫസ്റ്റ് ഡിഗ്രി ബയോളജിക്കൽ റിലേറ്റീവിന് ADHD ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബയോകെമിക്കലില് ഡോപ്പമിനും നോറപ്പിനെഫ്രിനും ഓർക്കുക. അനാറ്റമിക്കൽ ഇൻഫ്ലുവൻസ് ഏതൊക്കെ ഏരിയയിലെ അബ്നോർമാലിറ്റീസ് ആണ്. പിന്നെ പ്രീ പെരി ആൻഡ് പോസ്റ്റ്നേറ്റൽ ഫാക്ടേഴ്സ് എൻവിറോൺമെന്റൽ ഇൻഫ്ലുവൻസസ് അറ്റ് ലാസ്റ്റ് സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സ്. ഇതാണ് മെയിൻ എത്തിയോളജിക്കൽ ഫാക്ടേഴ്സ് വരുന്നത്. ഇനിയാണ് ഇതിന്റെ ക്ലിനിക്കൽ ടൈപ്പ്. ഇതിന് മെയിൻലി 4 ക്ലിനിക്കൽ ടൈപ്പാണ് നമ്മൾ പറയുന്നത്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ വിത്ത് ഹൈപ്പർ ആക്ടിവിറ്റി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ വിത്തൗട്ട് ഹൈപ്പർ ആക്ടിവിറ്റി, പിന്നെ ഒരു റെസിഡ്യുവൽ ടൈപ്പും ഈ ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ വിത്ത് കണ്ടക്ട് ഡിസോർഡർ. അങ്ങനെയാണ് 4 ക്ലിനിക്കൽ ടൈപ്പ് പറയുന്നത്. ഓരോന്ന് എന്താ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഏതാ? അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ വിത്ത് ഹൈപ്പർ ആക്ടിവിറ്റി, ദാറ്റ് ഈസ് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ നമ്മൾ പറയുന്നത് ഇതിനെയാണ്. അറ്റൻഷൻ ഡെഫിസിറ്റും ഉണ്ട് അവിടെ, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു കോമണസ്റ്റ് ടൈപ്പ്. ഇതില് നമ്മൾ പറയുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെ സിംറ്റംസ് ആണ് കുട്ടി കാണിക്കാൻ നോക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം മേജർ ആയിട്ട് 3 കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ എന്താ പറഞ്ഞേ? അറ്റൻഷൻ കുറവാണ്, പുവർ അറ്റൻഷൻ സ്പാൻ ആണ്. രണ്ടാമത്തത് ഹൈപ്പർ ആക്റ്റീവ് ആണ് കുട്ടി, ആക്ടിവിറ്റി ലെവൽ കൂടുതലാണ്. ആൻഡ് തേർഡ് വൺ ദേ ആർ വെരി ഇമ്പൾസീവ്. ഇതാണ് ഇതിന്റെ ഒരു കാർഡിനൽ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇൻഅറ്റൻഷൻ ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, അതിന്റെ കൂടെ ഇമ്പൾസിവിറ്റി ഉണ്ട്. അപ്പൊ ഓർത്തിരിക്കുക. ഫസ്റ്റ് ആണ് പുവർ അറ്റൻഷൻ സ്പാൻ വിത്ത് ഡിസ്ട്രാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങി വെക്കും ബട്ട് ദേ ആർ അൺഎബിൾ ടു ഫിനിഷ് ദ തിങ്സ് ദേ സ്റ്റാർട്ടഡ്. അപ്പം എപ്പോഴും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ആക്കാതെ അടുത്തേക്ക് ഷിഫ്റ്റ് ആയി പോകുന്നു. അങ്ങനെ അവർ ഭയങ്കര ഒരു അറ്റൻഷൻ സ്പാൻ കുറവാണ്, ഈസിലി ഡിസ്ട്രാക്റ്റബിൾ ആണ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലർ ഇപ്പൊ പുറത്തോടെ വേറെ ആരെങ്കിലും പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നാൽ അവർ ഭയങ്കര ഡിസ്ട്രാക്റ്റഡോ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വിട്ടിട്ട് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് അവിടെ എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ ഷിഫ്റ്റ് ആയി പോവാണ്. അതുപോലെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും അവർ കറക്റ്റ് അറ്റൻറ്റീവ് ആയിട്ട് കേൾക്കുന്നുണ്ടാവില്ല. ദേ ഡോണ്ട് സീം ടു ലിസൺ. ആൻഡ് ഈ ഒരു അറ്റൻഷന്റെ കുറവ് കൊണ്ട് തന്നെ അവർ എപ്പോഴും എന്തെങ്കിലും സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുത്താം. ദേ ഓഫ്റ്റൻ ലോസസ് ദെയർ തിങ്സ്. So these are the main features of poor attention span with the distractibility. They fail to finish the things they started and they shift from one uncompleted activity to another so fast. They doesn't seem to listen and they are easily distracted by external stimuli and they loses things so fast. Then അടുത്തൊരു ഫീച്ചർ നമ്മൾ പറഞ്ഞതാണ് ഹൈപ്പർ ആക്ടിവിറ്റി. അവരുടെ ആക്ടിവിറ്റി ലെവൽ എങ്ങനെയായിരിക്കും കമ്പയറിംഗ് ടു അതർ ചിൽഡ്രൻ? അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതിൽ വരുന്നതാണ് ഫിഡ്ജറ്റിംഗ്. ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ കൈയും കാലൊന്നും
ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല, എപ്പോഴും എന്തെങ്കിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ലൈക്ക് ഒരു എക്സൈറ്റ്മെന്റ്, ബോർഡം, നെർവസ്നെസ് ഒക്കെ കാണിക്കുന്നത് പോലെ. ദേ ഓൾവേസ് മൂവിങ് ദർ ഹാൻഡ്സ് ആൻഡ് ലിംസ്. ദെൻ ദേ ഹാവ് ഡിഫിക്കൽട്ടി ഇൻ സിറ്റിംഗ് സ്റ്റിൽ അറ്റ് വൺ പ്ലേസ് ഫോർ ലാങ്. ഒരു സ്ഥലത്ത് നമുക്ക് പിടിച്ചിരുത്താനൊന്നും പറ്റില്ല, എപ്പോഴും എവിടെയെങ്കിലും ദേ ആർ മൂവിങ് അബൌട്ട് ഹിയർ ആൻഡ് ദർ. ആൻഡ് ടോക്ക് എങ്ങനെയായിരിക്കും, ഭയങ്കര എക്സസീവ് ടോക്ക് ആയിരിക്കും. ആൻഡ് ദർ ഇന്റർഫിയർ ഇൻ അതർ പീപ്പിൾസ് ആക്ടിവിറ്റീസ്. ഇപ്പൊ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൽ പോയി ഇന്റർഫിയർ ചെയ്യുക, അത് തടസ്സപ്പെടുത്തുക, അങ്ങനെ ഒരു ഭയങ്കര ഒരു അൺമാനേജബിൾ ആയിട്ടുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ലെവലാണ് ഈ കുട്ടികൾക്ക്. സോ ദേ ആർ റിയലി ഡിഫിക്കൽട്ട് ടു മാനേജ് അറ്റ് സ്കൂളില്. അതുപോലെ വീട്ടിലൊക്കെ ഒരു ഡിഫിക്കൽട്ട് ആണ് കൂടെയുള്ള കുട്ടികളെ ഉപദ്രവിക്കുക, ലൈക്ക് ഈ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം അവര് ചെയ്യുന്ന ആക്ടിവിറ്റി തടസ്സപ്പെടുത്തുക, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. ദെൻ തേർഡ് ഫീച്ചർ ആണ് ഇമ്പൾസിവിറ്റി. അതായത് ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളൊരു ചിന്തയൊന്നുമില്ല, അപ്പൊ എന്താ തോന്നുന്നത്, ദേ വിൽ ബി ഡൂയിങ് ദാറ്റ്. ദേ ആക്ട് ബിഫോർ തിങ്കിങ് ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ്. സോ ആൻഡ് ഓൾസോ ദേ ഹാവ് മെനി ഡിഫിക്കൽട്ടീസ്. ഇപ്പൊ കുട്ടികൾ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് പ്ലേസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ ടേൺ ഉണ്ടാവില്ല വരാനായിട്ട്. അപ്പൊ അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. ദേ ഓൾവേസ് വൺ ടു പ്ലേ. അപ്പൊ അവരുടെ ടേൺ ആവാൻ വെയിറ്റ് ചെയ്യുന്നില്ല, നേരെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സോ ദീസ് ആർ ദ ത്രീ കാർഡിനൽ ഫീച്ചേഴ്സ്: പുവർ അറ്റൻഷൻ സ്പാൻ വിത്ത് ഡിസ്ട്രാക്റ്റബിലിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി. ഈ ഫിഡ്ജറ്റിംഗ് ആ ടേംസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കണേ. ചിലപ്പോൾ ഓപ്ഷനിൽ അതൊക്കെ ആയിരിക്കും, എ ഡി എച്ച് ഡിയുടെ ഫീച്ചേഴ്സ് എന്താ, അല്ലെങ്കിൽ ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡറിലെ ഫീച്ചേഴ്സ് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത്. ആണ് ഫസ്റ്റ് ടൈപ്പ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ വിത്ത് ഹൈപ്പർ ആക്ടിവിറ്റി, ദാറ്റ് ഈസ് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ. ഇനി രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞതാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ വിത്തൗട്ട് ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പൊ ഇത് കുറച്ചുകൂടെ റെയർ ആണ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ തന്നെയാണ്. ഇതിലെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്, എക്സെപ്റ്റ് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഫീച്ചേഴ്സ് ഇല്ല. പക്ഷെ അറ്റൻഷൻ ഡെഫിസിറ്റും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് സെക്കൻഡ് ടൈപ്പ്. ഇനി തേർഡ് ടൈപ്പ് ആണ് റെസിജ്വൽ ടൈപ്പ്. റെസിജ്വൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എപ്പിഡമോളജി പറഞ്ഞപ്പോൾ കണ്ടല്ലേ, ഒരു 7 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും മോസ്റ്റ് കേസസും ഡയഗ്നോസ്ഡ് ആണ്. കോമൺ ഏജ് ഓഫ് ഓൺസെറ്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്ഡ് ബിഫോർ 7 ഇയേഴ്സ്. പക്ഷെ റെസിജ്വൽ ടൈപ്പില് ഒരു ADHD ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നില്ല, ബട്ട് ദ പേഷ്യന്റ് യൂഷ്വലി ഡയഗ്നോസ്ഡ് ഇൻ അഡൾട്ട്ഹുഡില്. ആൻഡ് ദേ മേ ബി ഹാവിങ് എ ഹിസ്റ്ററി ഓഫ് ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഒക്കെ ഉണ്ടാവാം, ബട്ട് they will be having the residual features in the അഡൾട്ട് ലൈഫ്. അഡൾട്ട് ലൈഫിലാണ് അവർ ഡയഗ്നോസ്ഡ് ആവുന്നത്. അതാണ് റെസിജ്വൽ ടൈപ്പ്. നെക്സ്റ്റ് ഫോർത്ത് ടൈപ്പ് ആണ് ഹൈപ്പർ കൈനറ്റിക് കണ്ടക്ട് ഡിസോർഡർ. ദാറ്റ് ഈസ് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ വിത്ത് കണ്ടക്ട് ഡിസോർഡർ. ദാറ്റ് മീൻസ് കണ്ടക്ട് ഡിസോർഡർ ഓൾറെഡി പഠിച്ചതാണല്ലേ, കണ്ടക്ട് ഡിസോർഡേഴ്സിന്റെ ഫീച്ചേഴ്സ് ഒക്കെ. ADHDയുടെ കൂടെ കണ്ടക്ട് ഡിസോർഡറും കൂടെ വരുന്നതാണ്, നാലാമത്തെ സബ് ടൈപ്പ്. 4 subtypes of ADHD. Type is hyperkinetic disorder, that is attention deficit disorder with hyperactivity. അതിന്റെ 3 ഫീച്ചേഴ്സ് ആണ്, കാർഡിനൽ ഫീച്ചേഴ്സ് ആണ്: poor attention span with distractibility, hyperactivity, impulsivity. Then second type ആണ് attention deficit disorder without hyperactivity. Third is residual type, which is diagnosed in adulthood. Then hyperkinetic conduct disorder. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് മെയിൻലി വരുന്നത് ഫാർമക്കോതെറാപ്പിയിൽ CNS സ്റ്റിമുലൻസ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് സ്റ്റിമുലൻസ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡ്രഗ്സിന്റെ പേരും ഫാർമക്കോതെറാപ്പിയും ഓർത്തിരിക്കുക, കാരണം ലാസ്റ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ADHDയുടെ മാനേജ്മെന്റിൽ. അപ്പൊ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് CNS സ്റ്റിമുലൻസ് ആണ്: ഡെക്സ്ട്രോ ആംഫെറ്റമിൻ, മീഥൈൽ ഫെനിഡേറ്റ് ആൻഡ് പെമോളിൻ. അറ്റോമോക്സിറ്റിൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല, വാർഡിലൊക്കെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവും അറ്റോമോക്സിറ്റിൻ ഒക്കെ. അപ്പോൾ ഈ ഡ്രഗ്സ് ആണ് കോമൺ ആയിട്ട് CNS സ്റ്റിമുലൻസിൽ വരുന്നത്: ഡെക്സ്ട്രോ ആംഫെറ്റമിൻ, മീഥൈൽ ഫെനിഡേറ്റ്, പെമോലിൻ. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. പിന്നെ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസും ആന്റിസൈക്കോട്ടിക്സും ഒക്കെ സിംറ്റംസ് അനുസരിച്ചിട്ട് ട്രയൽ കൊടുക്കാറുണ്ട്. SSRIs ഓൾസോ. ആൻഡ് ക്ലോണിഡിൻ ഓൾസോ യൂസ്ഫുൾ ഫോർ മാനേജ്മെന്റ് ഓഫ് ADHD. അപ്പോൾ മെഡിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സൈക്കോളജിക്കൽ തെറാപ്പീസ് ലൈക്ക് ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്, കൊഹിനിറ്റീവ് ബിഹേവിയർ തെറാപ്പി, സോഷ്യൽ സ്കിൽ ട്രെയിനിങ്. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഇവർക്ക് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആണല്ലേ, അപ്പൊ ആ ഒരു എനർജീനെ നമുക്ക് ടേൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ അവർ എൻഗേജ് ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെയാണ് മേജർ സൈക്കോളജിക്കൽ തെറാപ്പീസ് വരുന്നത്.
ദിസ് ഈസ് അബൌട്ട് ADHD. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ADHD എന്താണ്? പെർസിസ്റ്റന്റ് ആയിട്ട് ഇൻഅറ്റൻഷൻ ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പൊ അത് ആദ്യം ഡിസ്ക്രൈബ് ചെയ്തത് ഹെൻറിച്ച് ഹോഫ് ആണ് 1854. അതിന്റെ അനദർ നെയിംസ് കണ്ടു. എപ്പിഡമോളജി മെയിൽ ചൈൽഡിലാണ് കൂടുതൽ. കോമൺ ഏജ് ഓഫ് ഓൺസെറ്റ് ബിഫോർ 7 years. എത്തിയോളജി കണ്ടു. ജനറ്റിക് ഫാക്ടേഴ്സ്, ബയോകെമിക്കൽ, ഡോപ്പമിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ, അനാറ്റമിക്കൽ ഇൻഫ്ലുവൻസസ്, പ്രീ പോസ്റ്റ്നേറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് എൻവിറോൺമെന്റൽ ഇൻഫ്ലുവൻസസ്, ദെൻ സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സ്. പിന്നെ 4 ക്ലിനിക്കൽ ടൈപ്സ് ആണുള്ളത്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ വിത്ത് ഹൈപ്പർ ആക്ടിവിറ്റി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ വിത്തൗട്ട് ഹൈപ്പർ ആക്ടിവിറ്റി, റെസിജ്വൽ ടൈപ്പ്, ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ വിത്ത് കോണ്ടാക്ട് ഡിസോർഡർ. ഇതാണ് 4 ടൈപ്പ്. ഇതിന്റെ ഒരു കാർഡിനൽ ഫീച്ചേഴ്സ് ഓർത്തിരിക്കുക. പുവർ അറ്റൻഷൻ സ്പാൻ വിത്ത് ഡിസ്ട്രാക്റ്റബിലിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി. പിന്നെ ഫാർമക്കോതെറാപ്പി ഡ്രഗ്സിന്റെ പേര് ഓർക്കുക. CNS സ്റ്റിമുലൻസ് ആണ്. ഡെക്സ്ട്രോ ആംഫെറ്റമിൻ, മീഥൈൽഫെനഡേറ്റ്, പെമോലിൻ. ബാക്കി ക്ലോണിഡിൻ, SSRI, ആന്റിസൈക്കോട്ടിക്സ് ആൻഡ് TCS ഓൾസോ യൂസ്ഡ്. സൈക്കോളജിക്കൽ തെറാപ്പീസ്. ഇത്രയാണ് ADHD വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.